title of my message is favor. One word, favor. ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫേവർ എന്നുള്ളതാണ്. Favor in Malayalam, I don't know what the word is. It's the same word as grace. കൃപ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ തോന്നുന്നു. I don't know for sure, but in Gospels, in the Old Testament, from the New Testament, it's the word favor. Favor. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് ഫേവർ എന്ന് പറയുന്നത് മലയാളത്തിൽ കൃപ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. Last week I also was focused on one word, and anybody remember that word? കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഒരു വാക്കിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിന് സോ എന്നുള്ള വാക്കാണ്. Thank you. Pastor, വലിയ താങ്ക്സ് പറയുന്നു. Pastor പറഞ്ഞ ഒരു വാക്കെങ്കിലും ശ്രദ്ധിച്ചു. Thank you for listening to at least one word that I said. ഞാൻ പറഞ്ഞ ആ ഒരു വാക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. So love the word. അത്രയധികം. Glory to God. How many of you, God has been kind of dealing with you throughout this week and last week about the greatness of the love of God? ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ എത്ര പേരോട് കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? You know, these words are not just preached here in a nice message. അതല്ല ഉദ്ദേശമല്ല. That's not the intention. പ്രസംഗം കൊണ്ട് നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞു പോകുവാനല്ല അത് ഉദ്ദേശിക്കുന്നത്. The word of God gets into your heart and mind and starts to mess with you. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അത് നിങ്ങൾ ക്രിയ ചെയ്യുവാൻ തുടങ്ങണം. Glory to God. Hallelujah. Hallelujah. It begins to change your thinking and your mindset. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ അത് ചലിപ്പിക്കണം. Word of God is transforming. ദൈവത്തിന്റെ വചനം നിങ്ങളെ മാറ്റണം. Word of God is life changing. അത് ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്നതാണ്. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആ വചനത്തിന്റെ മുന്നിലാണ് നമ്മൾ വന്നേക്കുന്നത്. We are in front of that word. നമ്മൾ ആ വചനത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. If you don't believe that, you shouldn't even be here in church. You should be somewhere else. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഇരിക്കേണ്ടവരല്ല. If God's word doesn't change us and transform us, we should all be doing something else. ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ മാറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ പോകേണ്ട സമയമായിരിക്കും. I said in the Sunday school class upstairs, there's a great big sale going on right now at some of the malls here in Lakeland and Tampa and Orlando. ഞാൻ രാവിലെ സൺഡേ സ്കൂളിൽ പറയുകയുണ്ടായി ഇന്ന് പകൽക്കാലം മാളുകളിൽ വളരെ സെയിൽ നടക്കുന്നുണ്ട്. 50% off, you get there early. 50% ഓഫ് ഉള്ള ഒരു സെയിലാണ്. ഞായറാഴ്ച നേരത്തെ എന്നാൽ കുറച്ചുകൂടെ സേവിങ്സ് കിട്ടും, കുറച്ചുകൂടെ ലാഭിക്കാം. We can go there. Let's do that. Let's go. ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ അവിടെ വളരെ ലാഭമുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. Let's go shopping. നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകാം. Let's go watch sports. നമുക്ക് സ്പോർട്സ് കാണാം. Let's go do something else. മറ്റെന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് പോകാം. If this is not life changing, ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാം. if there's no power in this word, ഈ വചനത്തിൽ ഒരു ശക്തി ഇല്ല എങ്കിൽ let's close it up. നമുക്കത് മടക്കി വെക്കാം. Door അടയ്ക്കാം, വാതിൽ പൂട്ടാം, വിൻഡോ അടയ്ക്കാം, ലൈറ്റ് ഓഫ് ചെയ്യാം. Let's get out of here. നമുക്ക് വാതിൽ അടയ്ക്കാം, ലൈറ്റ് ഓഫ് ചെയ്യാൻ വിടുന്ന മാറാം. Glory to God. Praise God. So now let me ask the question again. How many of you believe the word of God is life changing? ഞാൻ ഇനി ആ ചോദ്യം ചോദിക്കട്ടെ. എത്ര പേർ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ട്? All powerful. Praise God. വളരെ ശക്തമായ ദൈവവചനം. Glory to God. That's why in one word, so. അതുകൊണ്ടാണ് ആ ഒറ്റ വാക്ക് എത്രയധികം. There is a whole lot of things in there. അതിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. It's an encyclopedia of information. ഒരു എൻസൈക്ലോപീഡിയ തന്നെ അതിലുണ്ട്. Today this one word also I pray will change your life. ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു വാക്യം നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യട്ടെ. Favor. കൃപ. Favor. Glory to God. The simple definition: kindness beyond what is due or usual kindness. Usually you could സാധാരണ കിട്ടുന്ന കരുണയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു കൃപ. Yes. Beyond normal. അർഹിക്കപ്പെടാത്ത ഒരു കൃപ. Next slide. John 1:14 is the verse we read. The next one, since we got a new computer system, so we're working out the little kinks in that, and I don't have my PowerPoint turner with me, so we're going to go through this and bear with us as we go. I want to define the word, and then we want to get into 3 personal examples of this word. ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്തുവെച്ച 3 പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. The Greek word, the original word, is interchangeable with the word grace. ഇതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ഗ്രേസുമായിട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. And the working definition is from the concordance. Strong's concordance has this as the working definition of grace. ഗ്രേസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോൺകോർഡൻസ് ഡിക്ഷണറി അനുസരിച്ച് അവിടെ കാണുന്നതാണ്. You can look it
it up for yourself. I just put it there. Goodwill, loving kindness, favor. നിങ്ങൾക്ക് തന്നെ അത് നോക്കാം. നല്ല ആഗ്രഹം, സ്നേഹത്തോടെ കൂടിയുള്ള മനസ്സലിവ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. The merciful kindness of God. ദൈവത്തിന്റെ കരുണ. And then I underline the action words. ഞാൻ പ്രത്യേകതയുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Exerting his influence upon souls. ദേഹിമേൽ പ്രവർത്തിക്കുന്നതായ പരിശുദ്ധമായ ഇൻഫ്ലുവൻസ്. ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ്. ദൈവത്തിന്റെ ആത്മീയ ഇൻഫ്ലുവൻസ്. So God here is exerting his influence on you and me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എൻകറേജ് ചെയ്യുന്നു. It turns us towards Christ. നമ്മളെ കർത്താവിലേക്ക് തിരിക്കുന്നു. Turning, that's an action word. Turning എന്നുള്ളതാണ് അടുത്ത ആക്ഷൻ വേർഡ്. He keeps us, he strengthens us. അവൻ നമ്മളെ സൂക്ഷിക്കുന്നു, അവൻ നമ്മളെ ശക്തീകരിക്കുന്നു. Increases us. അവൻ നമ്മളെ വർദ്ധിപ്പിക്കുന്നു. Knowledge and affection of the Christian faith. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മളെ വർദ്ധിപ്പിക്കുന്നു. And kindles that into daily life, Christian virtue in our practical life. നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തെ അത് കത്തിക്കുന്നു. So these are action words. Grace is an action. കൃപയുടെ ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് ആ മൂന്ന് കാര്യങ്ങളാണ്. We always pray about grace, we talk about grace, we sing about grace, but grace is really an action. നമ്മൾ പലപ്പോഴും പാട്ടിനെ കുറിച്ച് കൃപയെ കുറിച്ച് പാടാറുണ്ട്, എന്നാൽ അതൊരു ആക്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. Let me show it to you from scripture. In the Old Testament, ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം ഇവിടെ പറയുകയാണ്. Genesis 6:8. ഉൽപ്പത്തി 6:8. In the New American Standard it says Noah found favor in the eyes of the Lord. ന്യൂ അമേരിക്കൻ ട്രാൻസ്ലേഷൻ പറയുന്നു നോഹ ദൈവത്തിന്റെ കണ്ണിൽ കൃപയുള്ളവനായി കണ്ടു. But in the King James, the New King James says Noah found grace in the eyes of the Lord. പുതിയ നിയമം New King James. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത് നോഹ ദൈവത്തിന്റെ കണ്ണിൽ കൃപയുള്ളവനായി കണ്ടു എന്നാണ്. രണ്ടു ഒരേ വേർഡാണ്. It's really the same idea. The same idea ആണ്. The same concept. Same concept ആണ്. But there is one difference. എന്നാൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. I want to show it to you in the next scripture. അടുത്ത സ്ലൈഡിൽ ഞാൻ അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. In Nehemiah chapter 2, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം, we see how the word there in verse 5. 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Nehemiah 2 verse 5 വായിച്ചിട്ട് മലയാളത്തിൽ നെഹമ്യ 2:5. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. If I have found favor, ദയ എന്നാണ് മലയാളത്തിൽ. ദയ, favor. ഞാൻ അങ്ങയുടെ മുമ്പിൽ ദയയുള്ളവനായിരിക്കുന്നുവെങ്കിൽ. And that's the one word of defining favor. But if you turn to Nehemiah chapter 2 verse 18. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം വായിച്ചാൽ, read verse 18. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. So grace has the meaning of not just to receive favor or daya lebikku മാത്രമല്ല, not just receiving favor, but it stirred Nehemiah towards action. അവിടെ പറയുന്നത് നെഹമ്യാവ് അതിന് ദയ ലഭിക്കുക അല്ലെങ്കിൽ കൃപ ലഭിക്കുക മാത്രമല്ല, അതൊരു ആക്ഷനിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക് അവനെ നയിച്ചു എന്നാണ്. The king gave him favor. The king gave him favor. രാജാവിന് അവനോട് കൃപ തോന്നി. But that wasn't an action. അത് ഒരു പ്രവൃത്തിയിൽ തന്നെ മാറിയില്ല. But because of that favor, he went and built the walls that were broken down. He received the grace to build. Arise and build. എഴുന്നേറ്റ് നമുക്ക് പണിയാം എന്നുള്ള ഒരു വാക്കാണ് അവിടെ വായിക്കുന്നത്. രാജാവിന്റെ കയ്യിൽ നിന്ന് അവന് ദയ ലഭിച്ചു, എന്നാൽ അതൊരു പ്രവൃത്തിയായി മാറിയില്ല. എന്നാൽ തുടർന്ന് അവൻ പോയി അത് കോട്ട പണിയുവാൻ ഇടയായി തീർന്നു. Grace is an action stirring word. ഗ്രേസ് എന്ന് കൃപയെന്ന് പറയുന്നത് പ്രവൃത്തിയെ ഉത്പാദിപ്പിക്കുന്ന ഒരു വാക്കാണ്. We receive grace not just to absorb it, not just to enjoy it, but it should stir us towards doing something. നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ഇരിക്കുവാനല്ല, മറ്റുള്ളവരിലേക്ക് പകരുവാനാണ്. കൃപ ലഭിച്ച എത്ര പേര് ഇവിടെ? കൃപ ലഭിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Nehemiah received favor from the king and then he went out and did something. രാജാവിന്റെ കൃപ ലഭിച്ചതിന് ശേഷം നെഹമ്യാവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. Let us rise and build.
നമുക്ക് എഴുന്നേറ്റ് പണിയാമെന്ന് അവൻ പറഞ്ഞു. He said, let us build this good work. ഈ നല്ല പ്രവൃത്തി നമുക്ക് തുടങ്ങാമെന്ന് അവൻ പറഞ്ഞു. When God gives His grace, it's for good work. ദൈവം ഒരു അവന് കൃപ കൊടുക്കുമ്പോൾ അതിന് നല്ല പ്രവൃത്തി ചെയ്യുവാനാണ്. Are you doing good work for the Lord? ഇന്ന് വാക്കാലം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? കൃപ ലഭിച്ചോർ ഞാൻ So favor is different from grace, a subtle difference there. അതിന്റെ ഫേവറിനും ഗ്രേസിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. And so what I want to cover, and let me define then what favor is. Favor is an open door. എന്താണ് ഫേവർ എന്ന് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം. തുറന്ന ഒരു വാതിലാണ് ഫേവർ എന്ന് പറയുന്നത്. Favor is acceptance. അംഗീകരണം ലഭിക്കുന്നതാണ് ഫേവർ എന്ന് പറയുന്നത്. Favor is opportunity. അവസരം ലഭിക്കുന്നതാണ് ഫേവർ. Favor is preferential treatment. ഒരു മുൻഗണന ലഭിക്കുന്നതാണ് ഫേവർ എന്ന് പറയുന്നത്. I used to travel a lot in my previous job. എന്റെ മുൻപത്തെ ജോലിയിൽ ഞാൻ വളരെയധികം യാത്ര ചെയ്യുമായിരുന്നു. I racked up a lot of miles on Delta. ഡെൽറ്റയിൽ ഒത്തിരി മൈൽസ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. I became a silver medallion member. സിൽവർ മെഡാലിയൻ മെമ്പർ ആയിരുന്നു ഞാൻ. And then I got more miles and I got to be gold medallion member. കുറച്ചുകൂടി മൈലുകൾ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ഗോൾഡ് മെഡാലിയൻ മെമ്പർ ആയി. So I'd walk up to the gate, and the plane is full, and I looked at my seat and it's like 27B. What? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ സീറ്റ് നമ്പർ നോക്കും, 27B എന്ന് കാണും. So I go up to the gate and it says, hey, would you mind if I can get an upgrade, please? ഞാൻ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എനിക്ക് ഒരു അപ്ഗ്രേഡ് തരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. Sir, our plane today is full. അവർ പറയും, സാറേ ഇന്നത്തെ ഫ്ലൈറ്റ് ഫുൾ ആണ്. So I reach into my back pocket. ഞാൻ ബാക്ക് പോക്കറ്റിൽ നിന്ന് open up my wallet എടുക്കും. pull out that gold medallion card. ആ ഗോൾഡ് മെഡാലിയൻ കാർഡ് വലിച്ചെടുക്കും. slip it over there. അത് അവരെ മുന്നിലേക്ക് കാണിക്കും. The agent says, sir, we have an opening in first class. പെട്ടെന്ന് അവർ പറയും, സാർ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. Go right ahead. അവർ മുന്നോട്ട് നടന്നു പോയാൽ you get to board first. താങ്കൾ ആദ്യം തന്നെ ബോർഡ് ചെയ്യേണ്ട ആളാണെന്ന് പറയും. You don't have to pay any luggage fees. ഒരു ലഗേജ് ഫീയും കൊടുക്കേണ്ട കാര്യമില്ല. You get the best seat. താങ്കൾക്ക് ബെസ്റ്റ് സീറ്റ് കിട്ടും. I had to earn that, by the way. ആരും വിചാരിക്കില്ല ഭാഷ ഗോൾഡ് കാർഡും കൊണ്ട് നടക്കുക, ഭാഷ ഫസ്റ്റ് ക്ലാസ്സിലാണ് നടക്കുന്നത് ആരും പറയില്ല. I had to earn that over 50-30,000 miles of travel to get that. അത് വെറുതെ കിട്ടുന്നതല്ല, 50,000 മൈലോളം ട്രാവൽ ചെയ്താൽ മാത്രമാണ് അത് കിട്ടുന്നത്. ഞാനത് നേടിയെടുത്തതാണ്. Preferential treatment. അതാണ് മുൻഗണന. Gold card. ഗോൾഡ് കാർഡ്. അതിനപ്പുറമുണ്ട് പ്ലാറ്റിനം ഉണ്ട്, അതിനപ്പുറമൊക്കെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഗോൾഡിനപ്പുറമുണ്ട്. When you get preferential treatment, നിങ്ങൾക്ക് ആ മുൻഗണന കിട്ടുമ്പോൾ they're showing you favor. ഒരു ഫേവർ ചെയ്യുകയാണ് നിങ്ങളോട്. But unlike the world gives you, അതായത് ലോകം തരുന്നത് പോലെയല്ല. I got that because I deserved it, because I traveled so much and put up with all that. എനിക്ക് ആ ഗോൾഡ് മെഡൽ മെമ്പർഷിപ്പ് കിട്ടിയത് എനിക്ക് അർഹതപ്പെട്ടതാണ്. ഞാൻ വളരെ യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ്. When God gives it, we don't deserve any of it. എന്നാൽ ദൈവം തരുന്ന കൃപ അല്ലെങ്കിൽ അർഹതപ്പെട്ടവരല്ല. നമുക്ക് ഒരു യോഗ്യതയില്ലാതെ ഇരുന്നപ്പോഴാണ് ദൈവം നമ്മളെ കരുണ കാണിച്ചത്. Hallelujah. He gave us favor when we didn't deserve the least of the least of the grace of God. നമുക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. So what is grace? എന്താണ് കൃപ? Grace is supernatural ability. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ അല്ല, ഈ ലോകത്തിലുള്ളതല്ല. It's enablement, it's power, it's strength, it lets you do influential things. അത് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലത് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് കൃപ. Praise God. Hallelujah. And from scripture, let me show this from scripture. In Corinthians, and two scriptures, grace in Corinthians, 1 Corinthians 15 verse 10. 1 Corinthians 15:10. 15 verse 10. 1 Corinthians 15 verse 10. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനല്ല. We used to sing it all in Malayalam song. ഞാനല്ല, ഞാനല്ല,
ഇനി ജീവിക്കുന്നത് ഞാനല്ല. അറിയാം, ഞാനല്ല, ഇനി ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നു. I thought all you all know this song. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് അറിയാമെന്ന്. Nyanalla, it's not me that's living anymore. It's the grace of God living through me. ഇത് ഇനി ഞാനല്ല, ദൈവത്തിന്റെ കൃപയാണ് എന്നിൽ കൂടി ജീവിക്കുന്നത്. Hallelujah. Tell yourself, നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളെ തന്നെ ഒന്ന് പോയിന്റ് ചെയ്ത്, it's not me. അങ്ങനെ ചെയ്തായിട്ട് വിരലൊന്ന് എടുത്ത് ഒന്ന് ചൂണ്ടിക്കാട്ടെ, ഞാനല്ല, it's not me. I'm not the one. Go ahead, do it. Come on. വിരലൊന്ന് ചൂണ്ടിക്കാട്ട്. ആ വിരലൊന്ന് എടുത്താട്ടെ, കൈയൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാതെ ഇങ്ങനെ ഒന്ന് എടുത്ത് കൈ ഒന്ന് നോക്കി. It's not me. ഞാനല്ല ജീവിക്കുന്നത്. ദൈവ കൃപയാണ്. The grace of God living in me. ദൈവത്തിന്റെ കൃപയാണ് എന്നിൽ ജീവിക്കുന്നത്. Glory to God. Hallelujah. Glory to God. If Paul said that, how much more we could say that? പൗലോസ് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ അത്രയധികം പറയണം. But by the grace of God, I am what I am. പൗലോസ് പറയുന്നത് ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. Hallelujah. Glory to God. And then favor is what we're going to take a look at in a couple of verses. Luke chapter 2 verse 14. നമ്മൾ ഫേവർ എന്ന വേർഡ് നോക്കാൻ പോവാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം വാക്യം. Praise God. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. So there's another way Malayalam says it as prasadam or favor. We saw it as dayannu നമ്മൾ വായിച്ചു. പ്രസാദം എന്നും വേറൊരു അർത്ഥത്തിൽ പറയാം. God's favor rests on those, glory to God in the highest, and on earth peace to those whom his favor rests. That's the verse we read. Yes. Okay, so the next slide I want to talk about in practical way what we need to do. Take this as a practical step in your life. ഇനിയും പ്രായോഗിക തലത്തിൽ ഫേവറിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you need an open door, നിങ്ങൾക്കൊരു തുറന്ന വാതിൽ ആവശ്യമുണ്ടെങ്കിൽ, an opportunity, നിങ്ങൾക്കൊരു അവസരം ആവശ്യമുണ്ടെങ്കിൽ, ask God for favor. ദൈവത്തോട് അതിനുവേണ്ടി ചോദിക്കുക. Don't ask him for grace. അവന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി ചോദിക്കരുത്, ഒരു ഫേവറിന് വേണ്ടി ചോദിക്കുക. But if you need the ability to get through that door, നിങ്ങൾക്ക് ആ വാതിൽ കൂടി കടന്നു പോകണമെങ്കിൽ, then ask God for grace. ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി ചോദിക്കുക. വാതിൽ തുറക്കുന്നവരെ വാതിലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കണം. വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I hope everybody's getting this. Does that make sense? You're getting this? I hope you're getting this. Praise the Lord. Sometimes we pray for grace when we really need favor. ചിലപ്പോൾ നമ്മൾ കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് അപ്പോൾ വേണ്ടിയത് ഫേവറാണ്. And otherwise, sometimes we pray for grace and we don't even have an open door. ചിലപ്പോൾ നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നാൽ ഒരു തുറന്ന വാതിൽ നമ്മുടെ മുമ്പിൽ ഇല്ല. Praise God. So pray according to the need of that moment. ആ സന്ദർഭത്തിന്റെ ആവശ്യാനുസരണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു. What do you need this morning? എന്താണ് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമുള്ളത്? Do you need an open door? നിങ്ങൾക്ക് ഇന്ന് തുറന്ന വാതിലാണോ ആവശ്യം? Are many doors shut for you? Are many വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണോ? Are many things not really working out for you? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ? Then ask God for favor. എന്നാൽ ദൈവത്തോട് ഒരു ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കുക. Lord, I need your favor. ദൈവമേ, എനിക്ക് അങ്ങയുടെ ഫേവർ വേണം. Glory to God. If God has already given you an opportunity, ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ, then ask God for grace. then അതിനെ ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. To go through that door. ആ വാതിൽ കൂടി കടന്നു പോകട്ടെ. ദൈവം വാതിൽ തുറന്നാൽ മാത്രം പോരല്ലോ, നമ്മൾ അതിൽ കൂടെ പോകണ്ടേ. നമുക്ക് ദൈവം ഒത്തിരി വഴികൾ, God has opened up a lot of doors for a lot of us. നമുക്ക് അനേകർക്ക് ഒത്തിരി വാതിലുകൾ ദൈവം തുറന്നിട്ടുണ്ട്. We're not going through the door. എന്നാൽ നമ്മൾ അതിൽ കൂടി യാത്ര ചെയ്തില്ലെന്നുള്ളതാണ് സത്യം. We're in our comfort zone. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്. Hallelujah. So pray for grace. കൃപയ്ക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. And then I put at the end of that, declare it. അതിന്റെ അവസാനം അത് പ്രഖ്യാപിക്കുക. Declare it. പ്രഖ്യാപിക്കുക. Yes. Declare it. Speak it out. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, വായ കൊണ്ട് ഏറ്റുപറയുക. Get it out. You believe God for something? Speak it out. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. How many of you are believing God for some things ദൈവത്തിൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? in this coming year? ഈ വർഷം ദൈവം ചില ജീവിതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇത്രയും പേരുള്ളൂ. ബാക്കി ആരും വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ. Don't just keep it inside your heart. Speak it out. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് ഏറ്റുപറയുക കൂടി വേണം. Declare it. അത് ഏറ്റുപറയണം. Say it.
അത് പറയണം. Shout it. അത് Write it ഉച്ചത്തിൽ down. പറയണം, എഴുതി വെക്കണം. Get it out. അത് പറയണം. Hallelujah. എല്ലാവരും പറയില്ലെന്നേ ഉള്ളൂ. വിശ്വാസമൊക്കെ ഉള്ളവരോട് tell it to people who have faith. അത് വിശ്വാസമുള്ളവരോട് അയച്ചു പറയുക. Tell it to somebody who can pray with you. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരാളോട് പറയുക. Tell it to somebody who's going to encourage you. നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരാളോട് പറയുക. Don't tell it to negative-minded people. Negative-minded people will shoot you down. നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് പറയരുത്, അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഇതൊക്കെ കേട്ടതാ, എത്ര കേൾക്കണോ ഇത്? ഓ എന്നുള്ള തുടക്കം തന്നെ നിർത്തണം. ഓ മലയാളി ടെൻഡൻസി അതേ നിർത്തണം. ഓ എന്ന് തുടങ്ങുന്നത് അതേ നിർത്തണം. Just stop. Whenever you hear the word oh, just stop. Listen, turn off. See you, brother. I got an appointment. Hey, somebody's calling me right now. I gotta go. See you. മലയാളത്തിൽ ഓ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിവെച്ച് മറ്റേതെങ്കിലും പരിപാടിയിലേക്ക് തിരികെയാണ് നല്ലത്. Praise the Lord. Hallelujah. Glory to God. Next slide. Okay, let's get into the three people that God showed favor on in this Christmas season here. ദൈവം കൃപ കാണിച്ച മൂന്ന് ആൾക്കാരെ വചനത്തിൽ നിന്നും ഇന്ന് ഈ ക്രിസ്മസ് കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Praise God. Mary, first one. ഒന്നാമത്തെ ആള് മേരി. Mary, in Luke chapter 1 verse 28. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ മറിയയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. Verse 28 to 30 we see favor in three ways here. ഇവിടെ മൂന്ന് തരത്തിൽ ഫേവറിനെ കുറിച്ച് നമ്മൾ കാണുന്നു. 28ാം വാക്യം വായിച്ചാൽ ദൂതൻ അവളുടെ അടുത്തു ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. The Lord is with you. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. Favor brings the promise of the presence of God in your life. ഫേവർ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. Fear not, Mary, don't worry, God is with you. മറിയയെ പേടിക്കണ്ട, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. Hallelujah. 2013 God is with you. 2030 ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. 2013 ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. Praise God. He's with you, dear brother and dear sister. He's with you. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. Wherever you go next year, this year. നിങ്ങൾ അടുത്ത വർഷം എവിടെ പോയാലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. Wherever God takes you, He's with you. ദൈവം നിങ്ങളെ എവിടെ കൊണ്ടുപോയാലും അവിടെ ദൈവം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. Into the new places, He's with you. നിങ്ങൾ പോകുന്ന പുതിയ സ്ഥലത്ത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. He's with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. He sent His angel and told Mary, don't worry. God is with you. ദൈവം തന്റെ ദൂതനെ അയച്ച് മറിയോട് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും കൂടെ ഉണ്ട്. Amen. Hallelujah. Glory to God. Hallelujah. Secondly, in verse 29. രണ്ടാമതായിട്ട് 29-50 വാക്യം. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്ത് വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട. ഭ്രമിച്ചു. പേടിച്ചു. Confusion. Perplexed in the one translation has it perplexed. Confused. ഒരു ട്രാൻസ്ലേഷനിൽ വിളറിപ്പോയി എന്ന് പറയുന്നു. Favor clarifies confusion. It brings clarity. ഫേവർ കൺഫ്യൂഷൻ അല്ല, ക്ലാരിറ്റിയാണ് കൊണ്ടുവരുന്നത്. It takes away the doubt. അത് സംശയത്തെ മാറ്റുന്നു. It takes away the constant things in your mind stirring up, and some of us have that constantly analyzing and debating and all of this. Our confusion മാറ്റുന്നത് ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ പ്രസാദമാണ്. The favor of God is what? നിങ്ങളുടെ മനസ്സിലുള്ള അവ്യക്തതയെ, കൺഫ്യൂഷനെ മാറ്റുന്നത് ദൈവത്തിന്റെ കൃപയാണ്. And thirdly, in verse 30, 30 വാക്യം. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. Favor overcomes fear. Fear. കൃപ ഭയത്തെ അതിജീവിക്കുന്നു. ഭയപ്പെടേണ്ട. Glory to God. Don't fear. Don't fear. പേടിക്കണ്ട. Don't fear what tomorrow holds. ഭ്രമിച്ചു നോക്കണ്ട, പേടിക്കണ്ട. നാളെ മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട. Don't worry about how you're going to make it through the end of this year. ഈ വർഷത്തിന്റെ അവസാനം വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു തീർക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. Favor overcomes fear. കൃപ ഭയത്തെ പുറത്താക്കുന്നു. Don't be afraid. Hallelujah. Fear not. നിങ്ങൾ ഭ്രമിക്കണ്ട. Fear not. So that was the promise of favor on Mary. അതായിരുന്നു മേരിക്ക് കിട്ടിയിരുന്ന പ്രവചനം. Now, favor. Remember, Mary is not this super saint. She's just a teenager. നിങ്ങൾ ഓർക്കണം, മേരി എന്ന് പറയുന്ന വലിയ ഒരാളല്ല, ഒരു ടീനേജർ ആയിരുന്നു. Some scholars say she was as young as 12 years old. ചില ട്രാൻസ്ലേഷനിൽ പറയുന്ന അവൾക്ക് അപ്പോൾ 12 വയസ്സേ ഉള്ളായിരുന്നു. Young virgin, young maiden, a teenager. അവൾ ഒരു കന്യകയായിരുന്നു, ഒരു ടീനേജർ ആയിരുന്നു.
കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ പറയാം ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് പറയാം. കൊച്ചു പൈതലിനോട് എന്താ പറയുന്നത്? What do you tell a teenager? What do you tell a young girl who has no real experience in her life with God? Jesus says, and God says, I'm with you. വലിയ ലോകപരിചയമില്ലാത്ത ഒരു 12 വയസ്സുള്ള ടീനേജറിനോട് എന്താണ് പറയാൻ പറ്റുന്നത്? അവളോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. Young people, let me tell you, young people, യോട് ഞാൻ പറയട്ടെ, whatever age you are, young or old, it doesn't matter. എന്തായിരുന്നാലും വിഷയമല്ല. When God promises something to you in your young age, God will take care of it. He will with you. നിങ്ങളുടെ ചെറുപ്രായത്തിൽ ദൈവം തരുന്ന ഒരു പ്രോമിസ്, അത് ദൈവം പാലിക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളോട് ചെറുപ്പത്തിലെ ദൈവം ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് ഇവിടെ എനിക്ക് സെൻസ് ചെയ്യാം. ഹല്ലേലൂയ. 12, 10 വയസ്സിൽ 15 വയസ്സിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഈ റൂമിൽ ഇരിക്കുന്നവർക്ക്. Glory to God. വാഗ്ദത്തം തന്നവൻ നമ്മുടെ നിക്ഷേപമേ, വാക്കുപറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കുപറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. അവൻ നല്ലയോഗ്യൻ, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. Mary was an obscure, lonely young girl. മേരി വളരെ തനിച്ച് ഇരുന്നിരുന്ന ഒരു സമയത്തായിരുന്നു ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. And God came to her through the angel Gabriel. ഒരു ഗബ്രിയേൽ ദൂതനെ ദൈവം അവിടേക്ക് അയച്ചു. Gave her favor. അവർക്ക് കൃപ കൊടുത്തു. God's favor is on you, young people. ദൈവത്തിന്റെ ഫേവർ എന്താ നിങ്ങളുടെ മേലുണ്ട്? As I was standing back here while you were worshiping, I was praying God's favor on you. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ വർഷിപ്പിക്കുന്നപ്പോൾ ഇവിടെ പറയുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുകയായിരുന്നു. Hallelujah. I pray God's blessing on you. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹ വർഷം ഞാൻ God പ്രാർത്ഥിക്കുകയാണ്. will take you to places beyond your wildest imagination. ദൈവം നിങ്ങളുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ദിവസങ്ങൾ കൊണ്ടുപോകട്ടെ. We need God's favor. ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. We need open doors. നമുക്ക് തുറന്ന വാതിലുകൾ ആവശ്യമാണ്. We need opportunity. നമുക്ക് അവസരങ്ങൾ ആവശ്യമാണ്. Hallelujah. Hallelujah. Glory to God. Use the favor of God. ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഉപയോഗിക്കുക. Don't worry about what the world says. ലോകം പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. Mary, you are no good. You're a young girl. You can amount to nothing. You have no money, no skill, no ability. You don't even look good. ഒരുപക്ഷെ ലോകം പറയും, മേരി നിനക്ക് ഒരു നന്മയും നിന്നിൽ വസിക്കുന്നില്ല, നിനക്ക് ഒന്നും ഒരു നന്മയും പറയുവാനില്ല, യോഗ്യതയൊന്നും പറയുവാനില്ല എന്ന്. But God said, I favor you. എന്നാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ കൃപ. മനുഷ്യന്റെ റിപ്പോർട്ടല്ല, ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. When God says something, that's like gold. Take it to the bank. Hallelujah. ദൈവം പറഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. We are speaking Mary's name today because she was favored of the Lord. നമ്മൾ ഇന്ന് മറിയുടെ കാര്യം സംസാരിക്കുന്നത് തന്നെ കാരണം അവൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുകൊണ്ടാണ്. Hallelujah. Hallelujah. And the next one is the shepherds. There was revealed to the shepherds. Luke chapter 2. Luke chapter 2 verse 14 to 20. അവിടെ ഇടയന്മാർക്ക് ലഭിച്ച കൃപയെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. Verse 14, we read that. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. Praise God. എല്ലാവർക്കും ഒന്നും സമാധാനമില്ല. എല്ലാവർക്കും സമാധാനം വേണം. Everybody wants peace. എല്ലാവർക്കും സമാധാനം ആവശ്യമാണ്. There's always talks about peace, negotiations about peace, peace treaty, peace negotiation, constant talk about peace. ഇന്ന് ലോകമെമ്പാടും സമാധാനത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Who has peace? ആർക്കാണ് സമാധാനമുള്ളത്? Those whose favor rests. God rests His favor. ദൈവത്തിൽ കൃപ വസിക്കുന്നവർക്കാണ് സമാധാനമുള്ളത്. Hallelujah. ദൈവത്തിന്റെ കൃപയുള്ളവർക്കാണ് സമാധാനമുള്ളത്. Glory to God. Glory to God. Praise the Lord. Do you have peace this morning? ഇന്ന് നിങ്ങൾക്ക് സമാധാനമുണ്ടോ? Are you struggling? Are you in commotion this morning?
ഇന്ന് നിങ്ങൾ ഒരു കോലാഹലത്തിൽ നടുക്കാണോ ആയിരിക്കുന്നത്? Are you churning inside? നിങ്ങളുടെ ഉള്ളിൽ എരിവുണ്ടോ? സമാധാനമില്ല ഭൂമിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി അരണിതന്നിൽ. സമാധാനമില്ല ഭൂമിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി അരണിതന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾ ആനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലേവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾ ആനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലേവലേശം സാധ്യമല്ല. കാഹളങ്ങളിൽ കേട്ടിടാം ദൈവദൂതർ പൊൻവീണകൾ Peace. സമാധാനം. Do you have real peace? ഇന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Just a little late. Sorry about that. Yes, just a little late. Hang on. We got more. Glory to God. Favor brings real peace. കൃപ യഥാർത്ഥമായിട്ടുള്ള സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരുന്നു. Do you have real peace this morning? ഇന്ന് പകൽക്കാലം യഥാർത്ഥമായിട്ടുള്ള സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ഉള്ളത്. ദൈവത്തിന്റെ പൈതങ്ങൾക്കാണ് അതുള്ളത്. ക്ലേശിപ്പാൻ ലവലേശം. What does that mean? എനിക്കിതൊന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ ഇത് പറയേണ്ടത്. ലവലേശം എന്താണ്? What is it? What is ലവലേശം? പറഞ്ഞിട്ട്. Come on, give me an answer here. What is ലവലേശം? എന്താണ്? ഒന്നുമില്ല. Exactly. ഒന്നുമില്ല മാസ്റ്ററെ. ലവലേശം ഇല്ല. ഒന്നുമില്ല. ഒന്നുമില്ല. Nothing. What are you worried about? നിങ്ങളെന്താ ഈ ആഴ്ച പറയേണ്ട വാക്കാണ്? ഏതെങ്കിലും പ്രസിദ്ധിയോട് പോകുമ്പോൾ പറയണം ലവലേഷൻ. ഞാൻ ശരിയായിട്ടാണ് ഈ പറയുന്നത്. ലവലേഷൻ. Sounds like a soap. ഒന്നുമില്ല. ക്ലേശിപ്പാൻ നമ്മൾ എന്തിനായിട്ടാണ് പറയുന്നത്? എന്തിനായി തല വായിക്കുന്നത്? Why are we so worried? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഇത്രയധികം ഭാരപ്പെടുന്നത്? What are you worried about? എന്തിനെ കുറിച്ചാണ് ഭാരപ്പെടുന്നത്? ദൈവമക്കൾക്കേ അതുള്ളൂ. Only God's kids have that. ദൈവമക്കൾക്ക് മാത്രമാണ് അവിടെ സമാധാനമുള്ളത്. The world doesn't have it. ഈ ലോകത്തിന് അതില്ല. If you don't have that, maybe you're not a child of God. നിങ്ങൾക്ക് ആ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പക്ഷേ നിങ്ങൾ ദൈവമക്കളല്ല. ഭാഷ അങ്ങനൊന്നും പറയില്ല. ഞങ്ങൾ ദൈവമക്കളല്ലെന്ന് ഭാഷ പറയാൻ ആരും. ഞാനല്ല പറഞ്ഞ ദൈവത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ മക്കൾക്കാണ് സമാധാനം. Glory to God and earth peace to those on whom His favor rests. അവന്റെ സമാധാനം വസിക്കുന്നവർക്കാണ് ഈ ലോകത്തിൽ സമാധാനമുള്ളത്. സമാധാനം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണം. മനസ്സിൽ സമാധാനം വേണം. ഹൃദയത്തിൽ സമാധാനം വേണം. We need rest. I don't want to make the pharmacy companies richer by buying more sleeping pills. ഫാർമസി കമ്പനികൾ അധികം സ്ലീപ്പിംഗ് പിൽസ് വിറ്റ് പണക്കാരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Sominex, Lunesta, ഇതൊന്നും എടുത്തിട്ടില്ല. ഈ പറയുന്ന മരുന്നുകളൊക്കെ ഗുളികകളാണ്. What's the other one? Lyrica or whatever? Ambien. ഇതൊക്കെ എടുത്തുകൊണ്ട് കിടന്നാൽ സമാധാനം ഉണ്ടോ? Is there peace? You might get a little bit of sleep. പക്ഷേ നിങ്ങൾക്ക് അല്പം ഉറക്കം ലഭിക്കുമായിരിക്കും, എന്നാൽ സമാധാനം ഈ ഗുളികകൾ കൊണ്ട് ലഭിക്കുകയില്ല. Who did He reveal this to? Shepherds. അവൻ ആർക്കാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്? ഇടയന്മാർക്കോ? There's more in this message. Glory to God. Who are these shepherds? ഈ ആട്ടിടയന്മാർ ആരായിരുന്നു? They're outcasts. അവരെ പുറന്തള്ളപ്പെട്ടവരായിരുന്നു. They were the low class. അവർ ലോ ക്ലാസ് ആയിരുന്നു. They
were smelling. അവരെ They നാറ്റമുള്ളവരായിരുന്നു, were dirty. അവർ അഴുക്ക് ഉള്ളവരായിരുന്നു, They were rough. അവർ റഫായിരുന്നു, Rugged. They were hard. തഴമ്പിച്ചിരിക്കുന്നവരായിരുന്നു. Because അവര് എവിടെയായിരുന്നു? 24 hours they were outside in the weather. 24 മണിക്കൂറും അവർ പുറത്ത് വസിക്കുന്നവരായിരുന്നു. You know, we're not much better than shepherds. നമ്മൾ ആട്ടിടയന്മാർക്ക് ഒട്ടും ശ്രേഷ്ഠതയുള്ളവരല്ല. നല്ല സുഖത്തിന്റെ ഏക്കേടും. Check out your own. Go ahead. Check it out. നിങ്ങളുടെ തന്നെ ഡ്രസ് ഒന്ന് മണപ്പിച്ച് നോക്കുക. Look at it. ചേച്ചിലായോ കിടന്നത് ഞാൻ ഓർത്ത് നോക്കുമ്പോ നാട്ടിലെയോ ഭവിച്ചത് ജീവിതം. മതി നാട്ടമല്ലായിരുന്നോ നമ്മുടെ ജീവിതം? ഓ പക്ഷെ അങ്ങോട്ട് പോകല്ലേ. Don't go there. പാസ്റ്റർ അങ്ങോട്ട് പോകരുത്. You don't know what I've done. ഞാൻ എന്താണ് ചെയ്തതെന്ന് പാസ്റ്ററിന് അറിയില്ല. You don't know the things I've done. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പാസ്റ്ററിനൊന്നും അറിയില്ല. Glory to God. God loved you so much that when you were still in your sinning state, He loved us. നിങ്ങൾ ഒന്നുമല്ലായിരുന്ന ആ അവസ്ഥയിൽ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു. പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവം പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. Hallelujah. Glory to God. 17th verse. Next verse. 17th verse. അവരെന്തോ ചെയ്തു? കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. Praise the Lord. Favor propels proclamation. കൃപ അത് പ്രവൃത്തിയിലേക്ക്, ഒരു പ്രഖ്യാപനത്തിലേക്ക്, ഏറ്റുപറച്ചിലേക്ക് നീളുന്നു. When you receive the favor of God, you cannot just keep it to yourself. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അത് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. You gotta tell somebody. മറ്റുള്ളവരോട് അത് ഏറ്റു You പറയണം. gotta express it. അത് മറ്റുള്ളവരോട് കാണിക്കണം. You gotta shout it. അത് ഉറക്കെ വിളിച്ചു പറയണം. You gotta type it up. You gotta send it out on your Facebook post. You gotta say it. You gotta express it. Proclaim the favor of God. എങ്ങനെയെങ്കിലും ഇത് പ്രഖ്യാപിക്കണം. അത് ഫേസ്ബുക്കിൽ കൂടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ. Oh, hallelujah. Whatever means you have to proclaim the favor of God. നിങ്ങൾക്ക് എന്ത് സംവിധാനമാണോ ഉള്ളത് അതുവഴി അങ്ങനെ പ്രഖ്യാപിക്കുക. Let me tell you what God did for me. ദൈവം എന്ത് ചെയ്തു, എനിക്ക് എന്ത് ചെയ്തു എന്ന് ഞാൻ പറയട്ടെ. Let me tell you how good He was for me. ദൈവം എനിക്ക് എത്ര നല്ലവനായിരുന്നു എന്ന് പകർക്കാതെ ഞാൻ Let പറയട്ടെ. me tell you the open door He gave for me. എനിക്ക് ദൈവം തന്ന തുറന്ന വാതിലുകളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. Let me tell you the opportunity God gave to me. ദൈവം എനിക്ക് തന്ന അവസരത്തെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. Let me tell you about the talent God gave to me. ദൈവം എനിക്ക് തന്ന ടാലന്റിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. Glory to God. രണ്ടുപേരോട് പറയണോ? Praise God. Tell one person this year. 2013. How many of you will say, I will tell one person? 2013 ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഒരാളോടെങ്കിലും എങ്ങനെ പറയാൻ സാധിക്കുമോ? മുമ്പേ വിരൽ ചൂണ്ടിയില്ല നമ്മളോട്. ഇങ്ങനെ ചൂണ്ടി ആ വിരൽ തന്നെ എടുത്തൊന്ന് പൊക്കിക്കാട്ടി. ഞാൻ ഒരു വ്യക്തിയോട് I will tell one person about God's favor. I will tell one person. ഞാൻ ഒരാളോടെങ്കിലും 2013 ദൈവത്തെ കുറിച്ച് പറയും. You know, if each of us told one person, we'd have to build a bigger church. നമ്മൾ ഒരാളോട് സുവിശേഷം പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ചർച്ച നമുക്ക് ആവശ്യമായി വന്നേനെ. Hallelujah. We got plenty of space back there to build. നമുക്ക് ഒത്തിരി സ്ഥലം പുറകിൽ കിടപ്പുണ്ട്. But we gotta tell first. എന്നാൽ അതിന് മുമ്പായിട്ട് നമ്മൾ വിശ്വാസം പറയണം. ഒരാളോട് പറയണം. One person. ഒരു വ്യക്തിയോട്. One person. Verse 20. Let me close. Verse 20. 20ാമത്തെ വാക്യം. Favor spurs genuine praise. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. Hallelujah. അതുകൊണ്ടാണ് ഞാൻ ആരാധന സമയത്ത് I get everybody into it because ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഈ ഇടയന്മാർക്ക് ആരാധിക്കാൻ ഒക്കത്തെങ്കിൽ നമ്മൾ മാത്രം ആരാധിക്കണം. How much more we are to worship if the shepherds were praising God. ഇടയന്മാർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ അവരുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എത്രയധികം അവനെ സ്തുതിക്കുവാൻ കഴിയണം. Hallelujah. Hallelujah. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതകളിൽ ഭാഗ്യം ലഭിച്ചിരിക്കെ. മതി. ആ പാട്ടിന്റെ അത്ര മതി. ദൂതർക്കും കൂടെ അവകാശം ലഭിക്കാത്തത് ആർക്ക് കിട്ടി? എനിക്ക് കിട്ടി. Glory to God. Gabriel cannot say that.
ഗബ്രിയേലിന് അത് പറയുവാൻ സാധിക്കുകയില്ല. Michael cannot sing that. Michael cannot sing that. മീഖായേലിന് അത് പറയുവാൻ സാധിക്കുകയില്ല. Only Brother Sam can say that. ബ്രദർ സാമിന് മാത്രമേ അത് പറയുവാൻ സാധിക്കുകയുള്ളൂ. But I hope a few more people can say that here. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന മറ്റു Wesley can say that. Can you sing it, Wesley? നിങ്ങൾക്കത് പാടുവാൻ സാധിക്കുമോ? Oh, a part of Indian part. Praise the Lord. And then the third person on Jesus' favor. ദൈവത്തിന്റെ കൃപയനുസരിച്ച് അനുഭവിച്ച മൂന്നാമത്തെ ആളുടെ കാര്യം ഇവിടെ പറയുകയാണ്. Luke chapter 2 verse 52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. The word there is kruba, grace, but it's favor in the newer translation. അവിടെ കൃപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ന്യൂ ട്രാൻസ്ലേഷനിൽ അത് ഫേവർ എന്നാണ്. Favor. കൃപ. Favor with God, ദൈവത്തിൽ നിന്നുള്ള കൃപ, and favor with man. മനുഷ്യരോട് കൃപ. There's a vertical relationship and a horizontal relationship. Vertical, മേലോട്ട് വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട് with man. ചിലര് സ്വർഗത്തിൽ പോകണമെന്ന് ഇരിക്കുക, ഭൂമിയിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. ദൈവമായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമായിട്ട് ബന്ധപ്പെട്ടെങ്കിരിക്കുകയാണ്. സഹോദരിക്ക് ഒരു സഹായമില്ല. ലോകത്തിന്റെ ഒരു കാര്യത്തിലും horizontal level relationships ഒന്നും വലുതായിട്ടില്ല. That's not God's plan. That's not a balanced Christian life. മനുഷ്യരോട് ആരുമായിട്ട് ഒരു സഹകരണമില്ലാതെ ഒരു ഉപകാരം ചെയ്യാതെ ദൈവത്തോട് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നതല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം. Some are so into the world, but we forget our godly relationship. എന്നാൽ മറ്റു ചിലർക്ക് നേരെ തിരിച്ചാണ്. അവർ മനുഷ്യരുമായിട്ട് വളരെയധികം സൗഹൃദത്തിൽ കഴിയുമെന്നാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെയാകുന്നു. How is your vertical relationship today? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വെർട്ടിക്കൽ റിലേഷനുണ്ട്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? How is your relationship with God today? ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? Oh, Pastor, I come to church, I give tithe, I'm involved in activities. I didn't ask that. പാസ്റ്റർ, ഞാൻ ഇവിടെ ചർച്ചിൽ വരുന്നുണ്ട്, ഇവിടെ ക്ലേറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ ഞാൻ അതല്ല നിങ്ങളോട് ചോദിക്കുന്നത്. How's your relationship with God? ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇന്ന് എങ്ങനെയിരിക്കുന്നു? I'm busy, Pastor. I'm involved in so many things. I don't have time for all this relationship talk. പാസ്റ്റർ, ഞാൻ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് അല്പം പോലും സമയമില്ല, ദൈവവുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. Praise God. How's your horizontal relationship today? ഇന്ന് നിങ്ങളുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? Praise God. Let me close with what Mary did. In all three of these instances, Mary did something. ഈ മൂന്ന് കാര്യങ്ങളിലും മറിയ ഒരു പ്രത്യേക കാര്യം ചെയ്തു നമുക്ക് കാണാൻ സാധിക്കും. Mary treasured in her heart with Gabriel the angel. ഗബ്രിയേൽ ദൂതനുമായി സംസാരിക്കാൻ മറിയയ്ക്കിടയായി. After the shepherds. ആട്ടിടയന്മാരുമായിട്ട് സംസാരിക്കാനിടയായി. And then with Jesus at the temple. ദൈവവുമായിട്ട് ദേവാലയത്തിൽ വരെ പോകുവാനിടയായി. What did she do? She treasured these things in her heart. അവൾക്ക് ലഭിച്ച അത് അവളുടെ ഉള്ളിൽ അവൾ സംഗ്രഹിച്ചു. Oh, hallelujah, hallelujah, glory to God. What is the treasure of your heart? നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിധി ഇന്ന് എന്താണ്? Who or what is the treasure of your heart? എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ആരാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള നിധി? It's all about Jesus. എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. Christ isn't the focus of Christmas, and we're missing everything. This is Christmas season. Christ is the focus. എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളുടെ എല്ലാം ഫോക്കസ് ക്രൈസ്റ്റ് ആയിരിക്കണം. Christ is what Christmas is all about. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. What is your treasure in your heart? ഇന്ന് നിങ്ങളുടെ നിധി എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്? With every head bowed, every eye closed. എല്ലാ കണ്ണുകളും ദൈവമേ അടഞ്ഞാണ്. Praise Him. Glory to God. How is your relationship with God? ഇന്ന് പകൽക്കാലത്ത് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയിരിക്കുന്നു? How is your vertical relationship with God? ഇന്ന് ദൈവവുമായിട്ടുള്ള വെർട്ടിക്കൽ റിലേഷൻ എങ്ങനെ നിൽക്കുന്നു? How is your relationship with your brother, your sister? നിങ്ങളുടെ സഹോദരന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ നിൽക്കുന്നു? Everybody's eyes closed this morning. Before you and God, ദൈവവും നിങ്ങളും തമ്മിൽ ask the Lord, if there's anything separating my relationship with you, ദൈവമേ, ഇന്ന് അങ്ങയുമായി എന്നെ അകറ്റി നിർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, usually the answer is something of a sin in your life.
സ്വാഭാവികമായും അത് പാപമായിരിക്കും ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത്. Hallelujah, hallelujah. This morning, Spirit of the Lord, through the favor shown to Mary, the shepherds, and Christ Himself, is showing us divine favor this morning. മേരിയിൽ മറിയയ്ക്ക് ലഭിച്ച കൃപ മൂലം അവൻ നമ്മളിലേക്ക് കൃപ പകർന്നിരിക്കുകയാണ്. അത് ഇന്ന് പകൽക്കാലം നമ്മളോട് കാണിക്കുകയാണ്. Lord, I confess my sins, Lord. ദൈവമേ, എന്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. I want to come back right with you, Lord, today. ദൈവമേ, എനിക്ക് അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്. Come into my heart and my life, change my life, Lord. എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റണമേ. Give me favor. എനിക്ക് കൃപ തരുമാറാകണമേ. Open doors for me, Lord. എനിക്ക് തുറന്ന വാതിലുകൾ തരുമാറാകണമേ. New opportunities, oh God. പുതിയ അവസരങ്ങൾ എനിക്ക് തരുമാറാകണമേ. And then give me the grace, the ability, supernatural ability to walk through those doors. അഭൗമികമായ ശക്തി എന്നിലേക്ക് പകർന്ന് എന്നെ നടത്തുമാറാകണമേ. Hallelujah, glory to God. Use me, Lord, in this coming year എന്നെ അടുത്ത വരുന്ന ഈ വർഷക്കാലം എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. to reach one soul. ഒരു ആത്മാവിനെയെങ്കിലും നേടുവാൻ. Hallelujah. I commit my life for that, Lord. എന്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നു. Many of us can commit to one, not just one, but 10, 50, 100, thousands of souls. God can use us for that. നിങ്ങൾ പലർക്കും ഒന്നല്ല 1000, 10, 100, 1000 പേരെ ഒക്കെ റീച്ച് ചെയ്യാൻ സാധിക്കും. Hallelujah. Use us, Lord. നിങ്ങളെ ഉപയോഗിക്കണമേ കർത്താവേ. We have nothing to offer. We are like shepherds. We are. ഞങ്ങൾക്ക് ഒന്നും പറയുവാനില്ല, ഒന്നും തരുവാനില്ല. ആട്ടിടയന്മാരെ പോലെ ഞങ്ങൾ നിൽക്കുന്നു കർത്താവേ. Hallelujah. Hallelujah. But we come to you and fall down before you, Lord, this morning. ഞങ്ങൾ ഇന്ന് കാലത്തിന്റെ മുമ്പാട് വീഴുന്നു. Thank you for your grace. അങ്ങയുടെ കൃപയ്ക്കായി Thank you for your favor. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. I receive the favor of God into my life. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. I receive it into my family. എന്റെ കുടുംബത്തിലേക്ക് ഞാൻ അത് ഏറ്റെടുക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ കുടുംബത്തിലോട്ട്, കുടുംബനാഥൻ, head of the household should be praying to God's favor on my family. Glory to God. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കുക. God's favor on our young people. ദൈവത്തിന്റെ കൃപ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ. God's favor on our sisters. നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. Oh, hallelujah. Hallelujah. Glory to God. God's favor on our elderly parents in India and here. നമ്മുടെ പ്രായമായവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. Pray, Lord, for divine favor this Christmas season. ദൈവികമായ കൃപ ഇന്ന് ക്രിസ്മസ് സീസണിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. Propel us forward, Jesus. ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ കർത്താവേ. In Jesus' mighty name. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. ഇനി ആ പാട്ടിന്റെ ബാക്കി പാടാം.